ഇതെൻ്റെ കരിഷ്മ റോസാണ്. ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ്. ഇതിലെപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാകും. എനിക്ക് ഇതുവരെ ഭയങ്കര സൈസിലൊന്നും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടില്ല. ചെറിയ സൈസിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. പിന്നെ ഇങ്ങനെ കളർ മിക്സായിട്ട് വരുന്നത് നല്ല ഭംഗിയാണ്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളെല്ലാം റിമൂവ് ചെയ്ത് എല്ലാ പ്ലാന്റ്സും ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ള മുരടിച്ച് നിൽക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഇലകളും ഞാനതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പെസ്റ്റിൻ്റെ ആക്രമണമായിരിക്കും. അപ്പോൾ ഇതിലുള്ള ഫ്ലവേഴ്സ് ഒരുപാട് ദിവസം ഫ്രഷായിട്ട് നിൽക്കും കരിഷ്മ റോസ്. അപ്പോൾ ഞാൻ ഇന്ന് 15ഓളം റോസസാണ് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത്. അതിൽ നിന്നൊക്കെ കൂടെ കളക്ട് ചെയ്ത ഒരു ചട്ടി നിറച്ച് എനിക്ക് ഇല കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കുഴിയെടുത്ത് കുഴിച്ചും കൂടാണ്. കാരണം വെച്ചാൽ ഇത് അല്ലാണ്ടുള്ള സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കൂടും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച സ്പ്രേ ബോട്ടിലില്ലേ, അതുപോലെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സാഫും എക്സോഡസും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെഡ് പിനാക്കിയും ഡബിൾ ഡിലൈറ്റ് റോസസൊക്കെയാണ്. എല്ലാത്തിനും നന്നായിട്ട് മുട്ടുകളൊക്കെ വന്ന് നിൽപ്പുണ്ട്. പൂക്കൾക്ക് എന്തുകൊണ്ടോ അധികം സൈസില്ല. ഞാനിപ്പം എല്ലുകൂടി ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസുകൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലപ്പോഴെങ്കിലും നമ്മൾ മോശമായിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സാഫും എക്സോഡസും ഒക്കെ സ്പ്രേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ പോരാ. ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റണം. അതിനാണ് ഇലയൊക്കെ മാറ്റുന്നത്.